ഉൾവട്ടത്തിലേക്ക് സ്വാഗതം. മൗനത്തിൻ്റെ ഉൾവട്ടത്തിലേക്ക് ഹൃദയപൂർവ്വം നമുക്കിന്നൊന്ന് സഞ്ചരിക്കാം. മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിൻ്റെ അടുക്കൽ ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് പരാതി പറയുന്നു. ഇപ്പോൾ ഏകാഗ്രത തീരെ കിട്ടുന്നില്ല, ദൈവാനുഭൂതി മനസ്സിൽ വന്ന് നിറയുന്നില്ല, സന്തോഷം തീരെ കെട്ടുപോകുന്നു. എന്താണ് ചെയ്യുക? അവൻ്റെ ജീവിതം അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വിശുദ്ധ അന്തോനീസ് അവനോട് പറയുന്നു, നീ ചല്ലപ്പില്ല ഒച്ച വെക്കുന്ന, ചപലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങനെ പോലെയാണ്. നിൻ്റെ മനസ്സങ്ങനെയാണ്. നീ മൗനത്തിലൊന്ന് അഭയം തേടുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാൻ മൗനം മാത്രമേ ഉള്ളൂ മാർഗം. അതുകൊണ്ട് മൗനത്തിൽ നിന്നെ തന്നെ ഒന്ന് അലിയിപ്പിക്കുക. കുറേ ദിവസം മൗനത്തിൽ കഴിച്ചു കൂട്ടിയതിന് ശേഷം ശിഷ്യൻ മടങ്ങി വരുന്നു. സന്തോഷം കുറച്ചൊക്കെയുണ്ട്, എന്നാലും യഥാർത്ഥ സന്തോഷം, ആഴമുള്ള സന്തോഷം അതില്ല. എന്തു ചെയ്യണം? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നീ മൗനം മാത്രമാണ് പാലിക്കുന്നത്. ഇപ്പോൾ വാക്കുകളൊന്നുമില്ല, പക്ഷേ മഹാമൗനത്തിലേക്ക് നീ പ്രവേശിക്കണം. ശിഷ്യൻ ചോദിക്കുന്നു, എന്താണ് മഹാമൗനം? വിശുദ്ധൻ പറഞ്ഞു കൊടുക്കുന്നു, മഹാമൗനം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മൗനം, കാതുകളുടെ മൗനം, അധരങ്ങളുടെ മൗനം, ചിന്തകളുടെ മൗനം, അതാണ് മഹാമൗനം. ഈ മഹാമൗനം നിന്നെ പൊതിയുമ്പോൾ ദൈവം നിന്നെ പൊതിയുന്ന അനുഭവത്തിലേക്ക് നീ കടന്നു വരും. ഒച്ചകളുടെ വലിയ ലോകത്ത് ഒച്ചപ്പാടുകളില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് മൗനം കൂട്ടിനെത്തണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒച്ച വെക്കുന്ന മനുഷ്യരായി നമ്മളൊക്കെ മാറുന്നുണ്ട്. ഒച്ചപ്പാടുകളുടെ ലോകമാണ്. ഈ ഒച്ചപ്പാടുകളുടെ ലോകത്ത് നമ്മുടെ സ്വരം ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടി നമ്മളും കലപില ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്കകളെക്കുറിച്ച് പറയാറുണ്ട്. കാക്കകൾ ശത്രുക്കളെ തുരത്താൻ വേണ്ടി ഒച്ച വെക്കും. ഒച്ച വെച്ച് മറ്റുള്ളവരെ കൊച്ചാക്കി തുരുത്തുന്ന രീതിയാണ് കാക്കകൾക്ക് എന്നൊരു പഠനമുണ്ട്. അതുപോലെ ഇപ്പോൾ എല്ലാവരും ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒച്ച വെച്ച് മറ്റുള്ളവരെ കൊച്ചാക്കി അവരെ തുരത്തി നമ്മളുടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയാണ്. നമുക്ക് യഥാർത്ഥ സ്വസ്ഥത വേണമെങ്കിൽ ഇടയ്ക്ക് മൗനത്തിൻ്റെ മുറികളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എൻ്റെ ബുദ്ധിസ്റ്റായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെല്ലുന്നു ഞാനൊരിക്കൽ, മറുനാട്ടിലെ എൻ്റെ താമസക്കാലത്തിനിടയിൽ. അവിടെ സുന്ദരമായ, വളരെ ലളിതമായ ആ വീടിനകത്ത് അതിസുന്ദരമായ, അതിലാളിത്യമുള്ളൊരു മുറിയുണ്ട്. മൗനത്തിൻ്റെ മുറി എന്ന് പറയുന്നതിനെ പേരിട്ട് വിളിക്കുന്നു. ടീ റൂമെന്നും വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് ആ മുറിയിലേക്ക് പ്രവേശിക്കാം. ചായയും കുടിച്ചിരുന്ന് മൗനം ധ്യാനിച്ച് മൗനത്തിലലിഞ്ഞ് നിങ്ങളങ്ങനെ ഇരിക്കുന്നു. അവർ പറയുന്നത് എല്ലാവരും ഇടയ്ക്കെങ്കിലും മൗനത്തിൻ്റെ മുറിയിൽ പ്രവേശിക്കണം. വീടിൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കിടയിലും മൗനത്തിൻ്റെ ഒരു മുറി വേണമെന്ന് അവർ നിഷ്കർഷിക്കുന്നു. എന്നൊരു ജാപ്പനീസ് കോൺസെപ്റ്റ് ഉണ്ട്. അതിന് ഇംഗ്ലീഷിൽ സ്പേസ് ബിറ്റ്വീൻ എന്നർത്ഥം. അതായത് എല്ലാവർക്കും മൗനത്തിൻ്റെ ഒരിടം വേണം. ചലപില ഒച്ച വെച്ച് നടക്കുന്ന മനുഷ്യർക്ക് ഇടയ്ക്ക് അവരെ തന്നെ കണ്ടെത്താൻ മൗനത്തിൻ്റെ കൂട്ടിൽ ചേക്കേറേണ്ട ആവശ്യമുണ്ട് എന്നർത്ഥം. പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾ വല്ലാതെ ദുഃഖിച്ചിരിക്കുകയാണോ? എപ്പോഴും അസ്വസ്ഥയാണോ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ ഇടയ്ക്ക് ഒച്ചകളോട് അല്പം ഒന്ന് ഗുഡ് ബൈ പറയുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. ഗാന്ധിജിയുടെ ജീവിതത്തിലേക്ക് വരിക. ഗാന്ധിജി തിങ്കളാഴ്ചകൾ മൗനവ്രതത്തിൻ്റെ ദിവസമാക്കി മാറ്റിയിരുന്നു. എല്ലാ തിങ്കളാഴ്ചകളിലും പൂർണ്ണ നിശബ്ദത. 1935 അദ്ദേഹം 25 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മൗനത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം എന്താണ്? നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കാണാൻ തുടങ്ങുന്നു, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടുന്നു, നിങ്ങളുടെ ആത്മധൈര്യം കൂടുന്നു, നിങ്ങൾ ആത്മാഭിമാനമുള്ള വ്യക്തിയായിട്ട് രൂപപ്പെടുന്നു. മാത്രമല്ല, ആന്തരികമായ ശാന്തതയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം രൂപപ്പെടുത്തിയെടുക്കുന്നു.
ശാസ്ത്രീയമായിട്ട് ഇതിന് സത്യമുണ്ടോ? സത്യമുണ്ട്. ഇടയ്ക്ക് മൗനം പാലിച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ കെമിക്കൽ ബാലൻസിങ് ക്രമപ്പെടുത്തപ്പെടുന്നുവെന്ന് പഠനമുണ്ട്. ഇടയ്ക്ക് എല്ലാ ഒച്ചകളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് നൽകുന്ന ഹോർമോണുകൾ വളരെ കുറഞ്ഞ് എൻഡോർഫിൻ പോലുള്ള ഫീൽ ഗുഡ് ഹോർമോണുകൾ അധികമായി, പിന്നെ ഓക്സിറ്റോസിൻ പോലുള്ള ലവ് ടോണിക്ക് ഒരു ഒഴുക്ക് പോലെ ഉള്ളിൽ നിറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ശാന്തരായി മാറുന്നു. ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് അല്പനേരം മൗനം പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ അറിയാതെ പക്വത നമ്മിൽ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ശാസ്ത്രീയ പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട്. എപ്പോഴും ചലപില സംസാരിക്കുന്ന രീതിയൊന്നും മാറ്റിക്കഴിയുമ്പോൾ ചെറിയ പാകതയും പക്വതയും ചിന്തകളിൽ കുറച്ച് ആഴവും നമ്മളുടെ ജീവിത ശൈലികളിൽ കുറച്ചുകൂടി സീരിയസ്നെസ്സും കുറച്ചുകൂടി മാന്യതയും ലാളിത്യവും ഒക്കെ വന്ന് ചേരാം. ഈശോ എല്ലാ ആൾക്കൂട്ടങ്ങൾക്കിടയിലും എല്ലാവർക്കും എല്ലാമായി ജീവിച്ചു. അതിനുശേഷം പിന്നെ കർത്താവ് എന്താ ചെയ്യുക? കർത്താവ് മലമുകളിലേക്ക് പോയി. നിശബ്ദതയിലേക്കുള്ളൊരു യാത്രയാണ്. മലമുകളിൽ കർത്താവ് മൗനത്താൽ പഠിപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അങ്ങനെ കഴിച്ചു കൊടുന്നു. പിന്നെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഓരോ വാക്കിലും അത്ഭുതമാണ്, ഓരോ നോക്കിലും അത്ഭുതമാണ്, ഓരോ സ്പർശത്തിലും അത്ഭുതമാണ്. ഇങ്ങനെ നമ്മെ തന്നെ മൗനത്താൽ ഒന്ന് പഠിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മരുഭൂമിയിലെ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ. വിശുദ്ധ അന്തോനീസ് 20 വർഷക്കാലം കഠിന മൗനവ്രതത്തിലായിരുന്നു. 20 വർഷം ഓർത്ത് നോക്കുക. ഈ 20 വർഷത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നു. ശിഷ്യന്മാർ ചോദിച്ചു, ഇനി ഇത്രയ്ക്കേറെ മൗനത്തിൽ അങ്ങ് ആർജിച്ചെടുത്ത ജ്ഞാനം വിളമ്പിത്തരിക, അങ്ങ് സംസാരിക്കുക. ഇദ്ദേഹം പറഞ്ഞു, 20 വർഷം മൗനം പാലിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് സംസാരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നാണ്. ഒരാളുടെ വർത്തിനെസ്സും അൺവർത്തിനെസ്സും തിരിച്ചറിയുകയാണ്. 12 വർഷക്കാലം നിശബ്ദതയിൽ ചിലവഴിച്ച മറ്റൊരു താപസൻ, മരുഭൂമിയിലെ താപസൻ, അദ്ദേഹത്തോട് ഞങ്ങളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ട് തീർന്നിട്ടില്ല, കേട്ട് അതിൽ ലയിച്ചിരിക്കുകയാണ്, ഒന്നും പറയാൻ തോന്നുന്നില്ല. പണ്ടത്തെ ഹൈന്ദവ മൊഴിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ദ വൺ ഹൂ നോസ് ഡസ് നോട്ട് ടോക്ക് ആൻഡ് ദ വൺ ഹൂ ടോക്സ് ഡസ് നോട്ട് നോ. സത്യമല്ലേ? അറിയുന്നവൻ ഒന്നും പറയുന്നില്ല, പറയുന്നവൻ ഒന്നും അറിയുന്നില്ല. പലപ്പോഴും ഒന്നും അറിയാത്തവൻ ചലപില പറഞ്ഞ് ആ പറച്ചിലുകളൊക്കെ സത്യമായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. കണക്കുകളുടെ ആചാര്യനായ പൈതഗോറസ് അദ്ദേഹം ശിഷ്യന്മാരെ 5 വർഷക്കാലം മൗനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. നമുക്കിതൊരു പുതിയ അറിവാണ്. 5 വർഷക്കാലം ഒന്നും മിണ്ടാതെ അവരെ അങ്ങനെ മൗനത്തിൻ്റെ ലോകത്തിലേക്ക് നയിക്കും. പിന്നീടാണ് കണക്കുകളും കണക്കുകൂട്ടലുകളും അദ്ദേഹം പഠിപ്പിച്ചെടുക്കുക. ബിഥോവൻ പറയുന്നുണ്ട്, മ്യൂസിക്കായി മാറുന്നത് ഇടയ്ക്ക് മൗനത്തിൻ്റെ ഇടവേളകൾ വരുന്നത് കൊണ്ടാണ്. മൗനമില്ലാതെ മ്യൂസിക്കില്ല. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ സ്പർശമാണ് മൗനമെന്ന് നമ്മൾ തിരിച്ചറിയണം. റൂമി കവിത കുറിക്കുന്നുണ്ട്, മൗനം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്. നിങ്ങൾക്ക് മൗനം അറിഞ്ഞുകൂടെങ്കിൽ സ്വർഗത്തിൻ്റെ ഭാഷ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മളുടെ ഇന്ത്യൻ ചിന്തയിലും മൗനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ തത്വചിന്തകന്മാർ പറഞ്ഞു തരുന്നത് എന്താണ്? ഇടയ്ക്കെങ്കിലും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉപവസിക്കുന്നത് പോലെ മൗനത്തിൻ്റെ ഒരു ദിനം പ്രഖ്യാപിക്കണം. വാക്കുകളുടെ ഉപവാസം, കാഴ്ചകളുടെ, കേൾവികളുടെ, സംസാരങ്ങളുടെ ഒക്കെ ഉപവാസം, അത് വേണ്ടാന്ന് വെച്ചുകൊണ്ട് അകത്തെ നിശ്ചല തടാകത്തിലേക്ക് സഞ്ചരിക്കണം. രവീന്ദ്രനാഥ ടാഗോർ എഴുതുന്നത് പോലെ അകത്തെ നിർമ്മല നിശ്ചല നീല തടാകത്തിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എടുക്കേണ്ടത് മൗനത്തിൻ്റെ തോണിയാണ്.
മൗനത്തിൻ്റെ തോണിയിൽ തുഴഞ്ഞു തുഴഞ്ഞ് അകത്തേക്ക് എത്തി ഒരാൾ ഈ നിർമ്മല നിശ്ചല നീല തടാകത്തിൽ അലിഞ്ഞേരുകയാണ്. ദൈവാനുഭവം അത് തന്നെയായിരിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുങ്കാറ്റിലൂടെയല്ല ദൈവം സംസാരിക്കുന്നത്, ഇളങ്കാറ്റിലൂടെയാണ് സംസാരിക്കുന്നത് എന്നൊരു പരാമർശമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇടയ്ക്ക് നമ്മൾ മൗനത്തിന് ഒരു അവസരം കൊടുക്കണം, നമ്മെ ഒന്ന് നന്നാക്കാൻ. തൽമൂദ് ഒരു പ്രയോഗം നടത്തുന്നുണ്ട്, സിംസൂം എന്നൊരു പ്രയോഗം. സിംസൂം എന്ന് പറഞ്ഞാൽ എന്താണ്? മൗനത്തിലൂടെ സൃഷ്ടി നടത്തുന്നതിനെയാണ്. ദൈവം മൗനമായിട്ട് നമ്മെ സൃഷ്ടിക്കുന്നു. നമ്മൾ മൗനത്തിൽ നമ്മെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നു. നല്ല ക്രിയേറ്റീവായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള, ജീനിയസ് ആയിട്ടുള്ള ആളുകളെ നോക്കുക. അവർ അവരുടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്റ്റിവിറ്റിയും ഏറ്റവും ശക്തമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കടുത്ത മൗനത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒച്ചകളുടെ ലോകത്ത് നമ്മൾ ഇടയ്ക്ക് നിശബ്ദതയുടെ സംഗീതം കണ്ടെത്തണം. ആ കണ്ടെത്തൽ ജീവിതത്തിൽ വല്ലാതെ മാറ്റം കൊണ്ടുവരുന്ന കണ്ടെത്തലായി മാറാം. ഫിലോക്കാലിയ എന്ന അതിസുന്ദരമായ ഗ്രന്ഥമുണ്ടല്ലോ, അതൊരു ധ്യാന രീതിയാണ്. ക്രൈസ്തവ ധ്യാന രീതിയുടെ സമാഹരണമാണ് ഫിലോക്കാലിയ. ആ ഫിലോക്കാലിയയിൽ പറയുന്നത്, ഒരു മനുഷ്യനെ യഥാർത്ഥ വാച്ച്ഫുള്ളാക്കി, അതായത് ഏകാഗ്രതയുള്ള കെയർഫുള്ളായിട്ടുള്ള ആളാക്കി മാറ്റുന്നത് ഹെസീക്കീസ് ആണ്. ഈ ഹെസേക്കിയ എന്ന് പറയുന്നത് എന്താണ്? ഹോളി സൈലൻസ്. ഹോളി സൈലൻസ്, വിശുദ്ധമായ നിശബ്ദതയിലാണ് ഒരാൾ വാച്ച്ഫുള്ളായി പ്രെയർഫുള്ളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിലോക്കാലിയ പിന്തുടർന്ന താപസന്മാരൊക്കെ തങ്ങളെ തന്നെ നിശബ്ദതയിൽ തളച്ചിട്ടു. അത് കൃപ നിറഞ്ഞ ഒരു തടവാണ്. മരുഭൂമിയിലെ പിതാക്കന്മാർ അവരുടെ സന്യാസാശ്രമത്തിൽ ചേരാൻ വരുന്ന യുവാക്കളോട് പറയും, നിങ്ങളെ ഞങ്ങൾ ഒരു കുടുസുമുറിയിലേക്ക് പ്രവേശിപ്പിക്കും. ഇപ്പോൾ കുടുസുമുറി നിങ്ങളെ മൗനം പഠിപ്പിക്കും, മൗനം നിങ്ങളെ ജീവിതം പഠിപ്പിക്കും. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനികളായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ മൗനത്തിൻ്റെ ഒരു മുറിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ മൗനത്തിൻ്റെ ഒരു മുറി തയ്യാറാക്കിയെടുക്കുക. ഇടയ്ക്ക് നിശബ്ദത പാലിക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. ഇനി നിശബ്ദത കൊണ്ടുവരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മറ്റുള്ളവരെ വാക്കത്തി കൊണ്ടും നോക്കത്തി കൊണ്ടും കൊല്ലുന്ന ആ രീതി ഒന്ന് കുറഞ്ഞു വരും. അടുത്ത തവണ ഒരാളെ കുറ്റപ്പെടുത്തി വെറുതെ ചലവിലെ സംസാരിക്കാൻ നിങ്ങൾക്ക് പ്രേരണയുണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. അതൊരു വലിയ പാഠമല്ലേ? പാപിനിയായ സ്ത്രീയെ കർത്താവിൻ്റെ തൊട്ടു മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. നീതിമാന്മാരെന്ന് നടിക്കുന്ന മനുഷ്യരൊക്കെ കർത്താവ് എന്താ ചെയ്യുക? മൗനമായിട്ട് നിലത്തെഴുത്തിലാണ്. എന്താണ് എഴുതിയത്? എവ്സേബിയസും വിശുദ്ധ അഗസ്റ്റിനും പറയുന്നത്, കർത്താവ് അവിടെ എഴുതിയത് ആ കല്ലുമായി നിൽക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളാണ്. എല്ലാവരുടെയും പേര് കർത്താവ് അവിടെ എഴുതിയത്രേ. ശരിയായിരിക്കാം. മൗനം കൊണ്ട് കർത്താവ് ഒരാളെ വലിയ വിശാലതയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. അപ്പോൾ അടുത്ത തവണ ഒരാളെ കുറ്റം പറയാനുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ മൗനത്തോടുകൂടി അയാളുടെ ജീവിതത്തിലേക്ക് ഇത്തിരി വട്ടം വരുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. 2, മൗനം നിങ്ങളെ ജ്ഞാനിയാക്കി മാറ്റും. സത്യമല്ലേ? മൗനത്തിൻ്റെ ഇടനാഴിയിലാണ് ഒരു പക്ഷേ നിങ്ങളൊരു താരകമായിട്ട് വീണ്ടും പിറക്കുന്നത്. നുള്ളിയാനും എന്ന അതിഭീകരമായ തടവറയിൽ സീലാസും പൗലോസും അടക്കപ്പെടുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും ക്രൂരമായ ജയിലായിരുന്നു നുള്ളിയാനും എന്നറിയപ്പെടുന്ന മെമേർട്ടിയൻ ജയില്. അവിടെ അകപ്പെട്ട ആളുകൾ അങ്ങേറ്റത്തെ നിശബ്ദത, അങ്ങേറ്റത്തെ ദുർഗന്ധം, ശ്വാസം മുട്ടിപ്പിക്കുന്ന അന്തരീക്ഷം, ഈർപ്പം, തണുപ്പ്, ഇവയിൽ പെട്ട് മരിച്ചു പോകും. മൗനം അവരെ കൊല്ലുന്നുവെന്നാണ് ഒരു ചരിത്രകാരൻ എഴുതുന്നത്. പക്ഷേ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എന്താ ചെയ്യുക? അദ്ദേഹം ആ മൗനത്തെ ഹോളി സൈലൻസാക്കി മാറ്റുന്നു. ആ ഏകാന്തതയെ ദൈവത്തിൻ്റെ പ്രസൻസാക്കി മാറ്റുന്നു. അവിടെ ഇരുന്നുകൊണ്ട് തീമോഥെയോസിനുള്ള 2ാമത്തെ ലേഖനം എഴുതുന്നുണ്ട്.
അതിൽ അദ്ദേഹം എന്താ എഴുതുക? ഞാൻ നല്ല ഓട്ടം ഓടി, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്നു, ബലിയായി ഞാൻ നൽകപ്പെടേണ്ട സമയമായി. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, കൈവെപ്പിലൂടെ ലഭിച്ച കൃപാവരം ഊതി ജ്വലിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് എഴുതാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ മൗനത്തിൻ്റെ, വല്ലാത്ത കൊടും മൗനത്തിൻ്റെ, കൊല്ലുന്ന മൗനത്തിൻ്റെ ആ ലോകത്ത് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മൗനത്തിൽ അദ്ദേഹം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാണോ? അടുത്തതായിട്ട് മൗനം നമ്മളെ കുറച്ചുകൂടി പ്രയർഫുള്ളാക്കി മാറ്റും. നമുക്കൊരു ധാരണ വന്നിട്ടുണ്ട് ഈയിടെയായിട്ട്, ഒച്ച വെക്കലാണ് പ്രാർത്ഥനയെന്ന്. എല്ലാവരും ഒച്ച വെച്ച് പരസ്പരം തോപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവിനെ തോപ്പിക്കുകയാണ്. ഇടയ്ക്ക് നിശബ്ദത വേണം. ഇടയ്ക്ക് നിങ്ങളുടെ ആനന്ദ അനുഭൂതികൾ പ്രകടിപ്പിക്കാൻ വേണ്ടി സ്വരമുയരാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഫുൾ ടൈം ഒച്ച വെച്ച് അലറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് യഥാർത്ഥ പ്രാർത്ഥന എന്നൊക്കെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് നിശബ്ദത വേണം. സ്വരങ്ങൾക്കിടയിൽ നിശബ്ദത വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ മാത്രം സ്വരം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വളരെ സ്റ്റില്ലായിട്ടുള്ള, വളരെ താഴ്ന്ന മന്ദഗതിയിലുള്ള സ്വരം നമ്മളിങ്ങനെ കേൾക്കുക. അപ്പോൾ മൗനം നിങ്ങളെ കുറച്ചുകൂടി പ്രയർഫുള്ളാക്കി മാറ്റും. ഇനി മൗനം നമ്മളെ കുറച്ചുകൂടി ക്രിയേറ്റീവാക്കി മാറ്റുന്നുണ്ട്. കാരണം എപ്പോഴും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് അതും ഇതും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അകത്തെ ക്രിയേറ്റിവിറ്റിയാണ്, പ്രൊഡക്ടിവിറ്റിയാണ്. അതൊക്കെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മൗനം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മൗനത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ശരിയല്ലാത്ത ചില മൗനങ്ങളുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പല വിധത്തിലുള്ള മൗനങ്ങളുണ്ട്. ഒന്ന്, കടുത്ത ദുഃഖത്തിൻ്റെ മൗനമുണ്ട്. മഞ്ഞു മനുഷ്യനെ കല്യാണം കഴിച്ചയാൾ എന്ന പേരിലുള്ള ഒരു നോവലുണ്ട്. ആ റഷ്യൻ നോവലിൻ്റെ പരിഭാഷയാണ്. അതിൽ ഭാര്യ ഭർത്താവിനെക്കുറിച്ച് പറയുന്നു, ഞാൻ മഞ്ഞു മനുഷ്യനെ കല്യാണം കഴിച്ചയാൾ. ഞാൻ കരഞ്ഞാലും ഇയാൾ മിണ്ടാതിരിക്കും, ഞാൻ ചിരിച്ചാലും ഇയാൾ മിണ്ടാതിരിക്കും, ഞാനിനി ഒരു വേള ഇയാളുടെ മുമ്പിൽ ഹൃദയം പൊട്ടി മരിച്ചു വീണാലും ഇയാൾ മിണ്ടാതിരിക്കും. കാരണം ഇയാൾ മഞ്ഞു മനുഷ്യനാണ്, ഇയാൾക്കൊരു വികാരവുമില്ല, ഇയാൾ ഒന്നും പറയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, ഒന്നും കാണുന്നില്ല. ഞാനൊന്നും അറിയുന്നില്ല, ഞാനൊന്നും കേട്ടില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഞാൻ കിനാവ് കാണുകയായിരുന്നു എന്ന മറ്റുള്ളൊരു ജന്മം. ഇത്തരമൊരവസ്ഥയിൽ ജീവിക്കുന്നവർ കൊടും ദുഃഖത്തിൻ്റെ മൗനത്തിലായി പോകും. കാരണം പറഞ്ഞിട്ടൊരു കാര്യമില്ല. രണ്ടാമതായിട്ട് കടുത്ത വെറുപ്പിൻ്റെ മൗനം. യൗസേപ്പ് പിതാവിൻ്റെ മൗനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന നല്ലതാണ്. യൗസേപ്പ് പിതാവ് അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് മൗനം പാലിച്ചു. എന്നാൽ ചില ആളുകൾ അത്രമേൽ വെറുക്കുന്നതുകൊണ്ട് മൗനം. ഒന്നും മിണ്ടാത്ത ഭാര്യ പഴയൊരു ചെറുകഥയുടെ ശീർഷകമാണ്. ഒന്നും മിണ്ടാത്ത ഭർത്താക്കന്മാരും ഒന്നും മിണ്ടാത്ത ഭാര്യമാരും ഒന്നും മിണ്ടാത്ത മക്കളും പല വീടുകളിലുണ്ട്. ആ വീട്ടിലുള്ള മൗനത്തെ ശ്മശാനമൂകത എന്നാണ് വിളിക്കേണ്ടത്. ചില വീടുകളിൽ സിമിട്രി സൈലൻസ് ആണ്. നമുക്ക് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏതോ മോർച്ചറിയിൽ ചെന്നുപോയ പ്രതീതിയാണ്. അവിടെ ഇരിക്കുന്നവരെ ഉറഞ്ഞിരിക്കുകയാണ്, ചെന്നവരും ഉറഞ്ഞു പോകും. കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ ചത്തുപോകും. അങ്ങനെയുള്ള മൗനമുള്ള വീടുകളുണ്ട്. നിങ്ങളുടെ വീട് അങ്ങനെയാണോയെന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ഇനി നിസ്സഹായതയുടെ മൗനമുണ്ട്. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ഞാൻ ഈയിടെയായിട്ടൊന്നും പറയുന്നില്ല. അയാൾ ചോദിക്കുന്നു, ശരിയാണ്, നീ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മൗനം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ എങ്ങനെ മനസ്സിലാക്കാനാണ്? നിസ്സഹായതയുടെ മൗനമാണ്. ഇത്ര മൗനം വന്നിട്ടും എന്താണ് ഇത്ര മൗനം എന്ന് ചോദിക്കാൻ ഒരാളില്ല. അവിടെ നിസ്സഹായതയുടെ മൗനം വരികയാണ്. ഇനി നിഷേധാത്മകതയുടെ മൗനമുണ്ട്. ഒരു തരം റിബല്യസ് സൈലൻസ്. അത് മിക്കവാറും പുതുതലമുറയിൽ കണ്ടുവരുന്നതാണ്. മകൻ ഒന്നും മിണ്ടുന്നില്ല ഈയിടെയായിട്ട്, എപ്പോഴും കോപിച്ച മുഖമാണ്, എപ്പോഴും അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത അഗ്നി എരിയുന്നുണ്ട്. അപ്പനൊരു ദിവസം എല്ലാവരുടെ മുമ്പിൽ വെച്ചവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ശത്രുവിനെ പോലെ, ശത്രുപാളയത്തിൽ വന്നു കയറുന്നവനെ പോലെയാണ് പെരുമാറുന്നത്. എന്താ ഇത്? ഒന്നും മിണ്ടാത്ത എന്താണ്? ഇത്ര സൈലൻസ് എന്താണ്? അവൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ഐ എം സൈലൻറ്റ് ഔട്ട്സൈഡ് ബിക്കോസ് ഐ എം വയലൻറ്റ് ഇൻസൈഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതുതലമുറയുടെ നിങ്ങളുടെ നെഞ്ചിലേക്ക് തറഞ്ഞിറങ്ങുന്ന വിധത്തിലുള്ള വാക്കുകളാണിത്. ഐ ആം സൈലൻറ്റ് ഔട്ട്സൈഡ് ബിക്കോസ് ഐ എം വയലൻറ്റ് ഇൻസൈഡ്. അകത്ത് വയലൻസ്, പുറത്ത് സൈലൻസ്. അങ്ങനെയുള്ള പിള്ളേരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അത് റിബല്യനാണ്. അപ്പനും അമ്മയും ചെയ്യുന്നതും പറയുന്നതും അവർ ജീവിക്കുന്ന ജീവിതവും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട്
അവർ സൈലൻ്റായി മാറിപ്പോവുകയാണ്. നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണോ എന്നൊന്ന് ചോദിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇനി പേടിയുടെ നിശബ്ദതയുണ്ട്, ഭയത്തിൻ്റെ മൗനം. ഭാര്യ ഭർത്താവിനോട് മകനെക്കുറിച്ച് പറയുകയാണ്, ഇവനെന്താണ് പൊട്ടനെ പോലെയാണ്, ഒന്നും മിണ്ടുന്നില്ല, എന്ത് ചോദിച്ചാലും പേടിച്ച് വിറച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഭർത്താവിന് മുമ്പിൽ വെച്ച് കുഞ്ഞിനോട് ചോദിക്കണം, എടാ പൊട്ട, നീ എന്താ ഇങ്ങനെ, ചോദ്യം ചോദിച്ചാൽ പോലും ഉത്തരം പറഞ്ഞൂടെ, സ്കൂളിലും മിണ്ടുന്നില്ല, ഇവിടെയും മിണ്ടുന്നില്ല, എങ്ങും മിണ്ടുന്നില്ല. ഭർത്താവ് കരുണയോട് പറഞ്ഞു, നിൻ്റെ ഒച്ച കുറച്ചാലല്ലേ കൊച്ചിൻ്റെ ഒച്ച പുറത്തേക്ക് വരികയുള്ളൂ. പേടിയുടെ മൗനമാണത്. ചില വീടുകളിൽ മഹാഭീതിയുടെ മൗനം ഉറഞ്ഞുകൂടി കിടക്കുകയാണ്. അങ്ങനെയുള്ള പേടികളുടെ അവസ്ഥകളുമുണ്ട്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും പുറത്താക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അവർക്ക് പെട്ടെന്ന് സംസാരശക്തി നഷ്ടപ്പെട്ടു പോയത്രേ. അതായത് ഇവിടെ അവർ വെറും ഓബ്ജക്റ്റായി മാറിപ്പോയിരുന്നു. അവിടെ അവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെയോ സന്തോഷത്തിൻ്റെ അനുഭവമില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ശരീരം തന്നെ പ്രതികരിച്ചതാണ്. അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങേയറ്റത്തെ കടുത്ത ഭീതി നിമിത്തം അവർ ഒന്നും സംസാരിക്കാൻ പറ്റാത്തവരായി മാറിപ്പോയത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള നെഗറ്റീവായ മൗനത്തിന് വിട പറഞ്ഞുകൊണ്ട് പോസിറ്റീവായ മൗനത്തിലൂടെ നമുക്ക് നമ്മെ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കാം. മൗനത്തിൽ ദൈവത്തിൻ്റെ സ്വരമൊന്ന് കേൾക്കുക, ഇടയ്ക്കൊന്ന് കണ്ണടക്കണം. എന്നിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് കാതോർക്കണം. ഉൾക്കാതുകൾ തുറക്കലാണത്. ദൈവം അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഗാനം പുഴ പോലെ ഒഴുക്കാൻ തുടങ്ങും. ഒരു പുതുജീവിതത്തിൻ്റെ നീരുറവ നമ്മിൽ പെട്ടെന്നങ്ങ് പൊട്ടിമുളക്കാൻ തുടങ്ങുന്നു. നമ്മൾ പുതിയ വ്യക്തികളായി രൂപപ്പെടുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.